ലീഗിന്റെ ദേശീയ ആസ്ഥാനമായി മാറാൻ പോകുന്ന ഡൽഹിയിലെ ഈ മന്ദിരത്തിന് മുന്നിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി വിനീത വിജയ് തത്സമയം ചേരുന്നു. വിനീത, ഗുഡ് മോർണിംഗ്. എന്തായാലും രാജസ്ഥാനിൽ നിന്ന് കൊണ്ടുവന്ന മാർബിളൊക്കെ കൊണ്ട് നിർമ്മിച്ച ഈ മന്ദിരം സുന്ദരമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണ് വിവരങ്ങൾ? വെരി ഗുഡ് മോർണിംഗ് എസ്കെൻ. തീർച്ചയായും എസ്കെൻ സൂചിപ്പിച്ചതുപോലെ മനോഹരമായിട്ടുള്ള കെട്ടിടമാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ പോകുമ്പോൾ വളരെ വ്യക്തമായി തന്നെ അത് കാണാൻ കഴിയുന്നുണ്ട്. രാജസ്ഥാനിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്ന ചുവന്ന ഈ കല്ലുകൾ ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഒരു ഉത്തരേന്ത്യൻ ശൈലിയിൽ തന്നെയാണ് ഈ ആസ്ഥാന മന്ദിരത്തിൻ്റെ ഒക്കെ തന്നെ ഒരു നിർമ്മാണവുമുള്ളത്. 5 നിലകളിലായിട്ടാണ് ഖായിദെ മിലറ്റ് സെന്റർ ദരിയാഗഞ്ചിലാണ് ഇത് പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഞാൻ സൂചിപ്പിച്ചതുപോലെ രാജസ്ഥാനിൽ നിന്നുള്ള ചുവന്ന കല്ല് കൊണ്ട് തന്നെയാണ് നിർമ്മാണം. 3 വർഷങ്ങളിലുമുള്ള ലെഞ്ചിക്കുലാർ ഫസാഡാണ് ഈ കെട്ടിടത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആകർഷണം. അത് നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ തന്നെ നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. അത് ഇങ്ങനെ മൂവ് ചെയ്യുന്നതാണ്. അതാണ് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആകർഷണം എന്ന് പറയുന്നത്. മുസ്ലിം ലീഗിന്റെ പാർട്ടി പതാക, ഒപ്പം തന്നെ ദേശീയ പതാക, ഓഫീസ് അഡ്രസ് എന്നിവ ഇതിൽ തെളിഞ്ഞു വരും. ഇതിന് പുറമെ യോഗങ്ങളും മറ്റു പരിപാടികളും ഒക്കെ നടത്തുന്നതിനായിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള നിരവധി ഹാളുകളൊക്കെ ഈ കെട്ടിടത്തിനുള്ളിലുണ്ട്. 5 നിലകളിലായിട്ടാണ് ഈ കെട്ടിടത്തിന്റെ നിർമ്മാണം. ഇന്ന് വൈകിട്ട് 4 മണിയോട് കൂടിയാണ് ഈ ആസ്ഥാന മന്ദിരത്തിന്റെ ദേശീയ ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടനം നടക്കുന്നത്. പാർട്ടി രൂപീകരിച്ച് 78ാം വർഷത്തിലാണ് ദേശീയ ആസ്ഥാനം ചെന്നൈയിൽ നിന്ന് ഡൽഹിയിലേക്ക് മാറുന്നത്. ഡൽഹിയിൽ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ദരിയാഗഞ്ചിലേക്കാണ് ഇപ്പോൾ ഈ നമുക്ക് ഈ കെട്ടിടം കാണാൻ കഴിയുന്നത്, ദേശീയ ആസ്ഥാന മന്ദിരം കാണാൻ കഴിയുന്നത്. ഇങ്ങനെ ഈ ദേശീയ ആസ്ഥാനം അടക്കം ഉത്തരേന്ത്യയിലേക്ക് മാറുമ്പോൾ ഉറപ്പായും ലീഗിന്റെ മനസ്സിൽ വലിയ ആശയങ്ങൾ, വലിയ പദ്ധതികളൊക്കെ തന്നെ ഉണ്ടാകും. അവരുടെ പ്രവർത്തനങ്ങൾ, വിദ്യാഭ്യാസ സഹായം, സാമൂഹിക പ്രവർത്തനങ്ങളൊക്കെ ഉത്തരേന്ത്യയിലേക്ക് കൂടി വ്യാപിപ്പിക്കുക എന്നൊരു ലക്ഷ്യം തന്നെയായിരിക്കും ഉണ്ടാവുക. ഒപ്പം തന്നെ പാർട്ടിയെ ഉത്തരേന്ത്യയിലേക്ക് കൂടി കൂടുതൽ ശക്തിപ്പെടുത്തുക എന്നിങ്ങനെയുള്ള വിവിധ ലക്ഷ്യങ്ങൾ തന്നെയായിരിക്കും ഉണ്ടാകേണ്ടത്. നമുക്കിപ്പോൾ ആ ദൃശ്യങ്ങളിൽ തന്നെയാണ് കാണാൻ കഴിയുന്നത്. ഈ ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടനം ഇന്ന് വൈകിട്ട് 4 മണിക്കാണ്. ഒരു രാജസ്ഥാനിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്ന കല്ലുകൾ, അങ്ങനെ ഒരു ഉത്തരേന്ത്യൻ ശൈലിയിൽ തന്നെയാണ് ഈ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. മനോഹരമായിട്ടുള്ള ഒരു നിർമ്മാണ ശൈലി തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 5 നിലകളിലായിട്ടാണ് പുതിയ ആസ്ഥാന മന്ദിരം. വിനീത വിജയാണ് ഡൽഹിയിലെ ലീഗ് ആസ്ഥാനത്ത് നിന്ന് നമുക്കൊപ്പം ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.